കോസ്റ്റാറിക്കയുടെ തലസ്ഥാനമായ സാൻ ഹോസയിൽ നിന്ന് ഞാൻ പിന്നീട് പോയത് എൻ്റെ യാത്രയിലെ 4ാമത്തെ രാജ്യമായ കൊളംബിയയിലേക്കാണ്. ഏതാണ്ട് 2-2.5 മണിക്കൂർ വരുന്ന ഒരു വിമാനയാത്രയാണത്. ആ വിമാനയാത്ര നടത്തിയത് വൊലാരിസ് എന്ന കോസ്റ്റാറിക്കയുടെ തനതായ എയർലൈനിൽ കൂടിയാണ്. തരക്കേടില്ലാത്ത ഒരു എയർലൈനാണത്. നല്ലൊരു ബോയിങ് 737 727 വിമാനമായിരുന്നു അത്. 2-2.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു വിമാനയാത്ര. ബൊഗോട്ടയാണ് കൊളംബിയയുടെ തലസ്ഥാനം. സെൻട്രൽ അമേരിക്ക അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക എന്ന് വിശേഷിപ്പിക്കുന്ന സെൻട്രൽ അമേരിക്കയും സൗത്ത് അമേരിക്കയും അടങ്ങുന്ന പ്രദേശത്തെയാണ് ലാറ്റിൻ അമേരിക്ക എന്ന് വിശേഷിപ്പിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ ഒരു വലിയ രാജ്യങ്ങളിലൊന്നാണ് കൊളംബിയ. ഒരുപാട് വിസ്തീർണമുള്ളൊരു രാജ്യം. അതിൻ്റെ തലസ്ഥാനമാണ് ബൊഗോട്ട. ബൊഗോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ മയക്കുമരുന്ന് ഒരുപാട് വന്നിറങ്ങുന്നതും അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ബൊഗോട്ട. ബൊഗോട്ട എയർപോർട്ടിൽ പ്രത്യേകിച്ച് ഒരുപാട് മയക്കുമരുന്ന് വേട്ട നടക്കുന്നത്, ഒരുപാട് മയക്കുമരുന്ന് കടത്തുകാരെ പിടിക്കുന്നതും ഒക്കെയുള്ള ചരിത്രം ഞാൻ ടി വിയിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്പം ഒരു എന്താ പറയുക, ആശങ്കയോട് കൂടെയാണ് ഞാൻ ആ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയത്. വേറെ ഒന്നും കൊണ്ടല്ല, എന്നെയൊക്കെ കാണുമ്പോൾ ഞാനിനി വല്ല മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ആളാണോ എന്ന് വിചാരിച്ച് എന്നെ തടഞ്ഞു വെച്ച് ഡ്രസ്സൊക്കെ മാറ്റാനും ഇതൊക്കെ തോന്നാനും പറയുമെന്നുള്ള ഒരു ചെറിയ സംശയം മനസ്സിലില്ലാതിരുന്നില്ല. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. വളരെ ഭംഗിയായിട്ടുള്ളൊരു എയർപോർട്ട്, ഒരു മോഡേൺ എയർപോർട്ട്, ആധുനികമായിട്ടുള്ള എയർപോർട്ട്. നമ്മുടെ ബോംബെ, ഡൽഹി പോലത്തെയുള്ള അല്പം ഒരു വേവ് പോലത്തെ ഒരു കലാസൃഷ്ടി ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് ബൊഗോട്ട എയർപോർട്ട്. അവിടെ വന്നിറങ്ങി സുഗമമായിരുന്നു എൻ്റെ ഇമിഗ്രേഷൻ ക്ലിയറൻസും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ നിന്ന് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ടാക്സി എടുത്ത് ബൊഗോട്ട പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് ഞാൻ ടാക്സി എടുത്ത് പോയി. എൻ്റെ ഹോട്ടൽ ഹൃദയഭാഗത്തല്ലെങ്കിൽ പോലും ബൊഗോട്ടയുടെ ഒരു പ്രധാന പ്രദേശത്തായിരുന്നു. ബൊഗോട്ട എന്ന പട്ടണം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഞാൻ വിചാരിച്ച രീതിയിലൊന്നുമല്ല. ഇതുവരെയ്ക്ക് കണ്ട സാൻ സാൽവഡോർ അല്ലെങ്കിൽ ഗോട്ടമാല സിറ്റി അല്ലെങ്കിൽ സാൻ ഹോസെ പോലെ ഒരു ചെറിയ ഒരു പട്ടണമല്ല. ഇത് വിശാലമായൊരു പട്ടണം. ഡൽഹി പോലെ, പ്രത്യേകിച്ച് ന്യൂ ഡൽഹി പോലെ വിശാലമായ റോഡുകളുള്ള ഒരു പട്ടണമാണ് ബൊഗോട്ട. എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഒരിക്കലും ബൊഗോട്ട അങ്ങനത്തെ ഒരു പട്ടണമായിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ മനസ്സിൽ കരുതിയിരുന്നില്ല. ഞാൻ ചെന്ന ഹോട്ടലും ഒരു നല്ല ഒരു ആധുനിക ഹോട്ടൽ, നല്ല റൂമുകൾ ഒക്കെയുള്ളൊരു ഹോട്ടൽ. ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ പുറകിലാണ് ബൊഗോട്ട മെട്രോ പോകുന്നത്. ബൊഗോട്ട മെട്രോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കൊച്ചി മെട്രോ അല്ലെങ്കിൽ ഡൽഹി മെട്രോ ഒക്കെ പോലെ ഉയർന്ന തൂണുകളിൽ ഓടുന്ന ട്രെയിനുകളാണെന്ന് വിചാരിക്കും. ഇത് ട്രെയിനുമല്ല, തൂണുമില്ല. റോഡിൻ്റെ അതേ നിരപ്പിൽ തന്നെ ഓടുന്ന ബസ്സുകളാണ് ബൊഗോട്ടയിലെ മെട്രോ. മെട്രോ എന്ന് വിശേഷിപ്പിക്കും കാരണം ഈ മെട്രോയ്ക്ക് ഇതിന് പ്രത്യേക ലെയിനുകളാണ്. ആ ലെയിനിൽ കൂടെ വേറെ ആർക്കും പോകാൻ സാധിക്കില്ല. അത് മറ്റുള്ള റോഡിൻ്റെ മറ്റുള്ള ലെയിനുകൾ, കാറ് പോകുന്ന ലെയിനിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. വേറെ വണ്ടികളും അതിൻ്റെ പുറകിൽ കയറിയാൽ വലിയ ഫൈനൊക്കെ ആയിരിക്കും, വേണമെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഒന്നിനു പുറകെ ഒന്ന് പോകുന്ന ബസ്സുകളാണ് ബൊഗോട്ട മെട്രോ. ഭംഗിയായ നീളമുള്ള ബസ്സുകൾ. ചിലപ്പോൾ ട്രെയിലർ ബസ്സുകളുണ്ട്. അതായത് ഒരു ബസ്സിൻ്റെ എഞ്ചിനുള്ള ബസ്, ഡ്രൈവർ ഓടിക്കുന്ന ബസ്സിൻ്റെ പുറകിൽ അതേപോലെ തന്നെ അത്രയും നീളമുള്ള വേറൊരു കമ്പാർട്ട്മെൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ബസ്, ട്രെയിലർ ബസ്സുകളുണ്ട്. ഡബിൾ ഡെക്കർ ഞാൻ കണ്ടില്ല. അപ്പോൾ ബൊഗോട്ട മെട്രോ ഒരു വിചിത്രമായിട്ടുള്ള മെട്രോ ആയിട്ട് തീർച്ചയായിട്ടും നമുക്കൊക്കെ തോന്നും. കാരണം മെട്രോയുടെ ഒരു ട്രെയിൻ തന്നെ വേണമെന്നില്ല, ബസ്സുകളും ആകാമെന്നുള്ള ഒരു പുതിയ അറിവ് എനിക്ക് അവിടെയാണ് കിട്ടിയത്. ബൊഗോട്ട നഗരം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് 9,000 അടി ഉയരത്തിലാണ്. ഒരു മലയുടെ മുകളിലാണ്. മലയാണെന്നൊന്നും തോന്നില്ല, കാരണം ആ മലയുടെ മുകളിലുള്ള സമതല പ്രദേശമാണ് പ്ലാറ്റോ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മലയുടെ മുകളിലുള്ള സമതല പ്രദേശമാണ് ബൊഗോട്ട. അതുകൊണ്ട് ഇത് മലയാണെന്ന് പെട്ടെന്നൊന്നും അറിയില്ല, മലയാണെന്ന് എനിക്ക് തോന്നിയുമില്ല. അങ്ങനെ 9,000 അടി ഉയരത്തിൽ ഏതാണ്ട് 2,500-3,000 മീറ്റർ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സമതല പ്രദേശത്ത് വേറെ ഒരു മല 500 മീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1,500 അടി ഉയരത്തിൽ വേറൊരു മലയുണ്ട്. ആ മലയുടെ പേര് മോൺസിരാത്ത് എന്നാണ്. ഈ സമതല പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന വേറൊരു മല. ആ മലയുടെ മുകളിൽ ഒരു പള്ളി ഉണ്ടത്രേ. എല്ലാവരും ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഏത് സ്ഥലങ്ങളാണ് കാണേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ മോൺസിരാത്ത് എന്ന ഈ മല
മുകളിലെ പള്ളി മോൺസുരാത്ത് ആ മല സന്ദർശിക്കണം, പള്ളിയും സന്ദർശിക്കണമെന്നാണ് എനിക്ക് ഉപദേശം കിട്ടിയത്. ഹോട്ടലിലത്തെ റിസപ്ഷനിസ്റ്റ് തന്നെ എനിക്കൊരു അവർക്ക് വിശ്വാസമുള്ള ഒരു ടാക്സി ഡ്രൈവറെയും ടാക്സിയും ഏർപ്പാട് ചെയ്ത് തന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ഈ മല കയറാനായിട്ട് പോയത്. മല കയറാൻ വേണ്ടിയിട്ട് എങ്ങനെ കയറുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ച കാറിലിരുന്ന് മുകളിലേക്ക് പോകാമെന്നാണ്. പക്ഷേ പകുതി വഴിയായപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അല്ല, കാറൊന്നും അങ്ങോട്ട് പോകില്ല, ഇവിടെ റോഡൊന്നുമില്ല, അവിടേക്ക് പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു കേബിൾ കാറ് അവിടെയുണ്ട്, ആ കേബിൾ കാറിൽ പോകണം, അല്ലെങ്കിൽ ഫ്യൂണിക്കുലർ റെയിൽവേ എന്ന് പറയുന്ന, അതായത് മലയോരത്ത് കൂടെ പൊന്തിപ്പോകുന്ന ഒരു റെയിൽവേ ഉണ്ട്, അതിന് പറയുന്ന ഫ്യൂണിക്കുലർ, FUNICULAR റെയിൽവേ എന്നാണ്, ഫ്യൂണിക്കുലർ റെയിൽവേ. ഇതിൽ രണ്ടിലും ഒന്നിൽ ആണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഫ്യൂണിക്കുലർ റെയിൽവേയിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ പറഞ്ഞു മണി 5:06 ആയതുകൊണ്ട് അത് നിർത്തി, ഇപ്പോൾ മറ്റേ കേബിൾ കാർ മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് ഞാൻ പോയി. കേബിൾ കാർ സ്റ്റേഷൻ മനോഹരമായിട്ടുള്ളൊരു കലാസൃഷ്ടിയാണ്. അത് ഒരു സ്ഥലത്തെ വെള്ളച്ചാട്ടം, മനുഷ്യനിർമ്മിതമായ വെള്ളച്ചാട്ടം, നല്ല നമുക്ക് കാണാനൊക്കെ ഭംഗി തോന്നുന്ന കലാരൂപങ്ങൾ, സൃഷ്ടികൾ, ചെടികൾ ഒക്കെയുള്ള ഒരു സ്റ്റേഷനാണ് ഈ കേബിൾ കാർ സ്റ്റേഷൻ. താഴത്തെ കേബിൾ കാർ സ്റ്റേഷൻ 2 സ്റ്റേഷനാണുള്ളത്, ഒന്ന് താഴത്തും ഒന്ന് 500 മീറ്റർ മുകളിൽ, ഈ മലയുടെ മുകളിൽ ഒരു കേബിൾ കാർ സ്റ്റേഷനിലും. ഞാൻ ടിക്കറ്റ് എടുത്ത് അതിന് കയറാനായിട്ട് നിന്നപ്പോൾ ഈ കേബിൾ കാർ താഴെ വന്ന് ആ കേബിൾ കാറിൽ കയറി. വൈകിട്ടായതുകൊണ്ട് അധികം പേരൊന്നും കേബിൾ കാറിലേക്ക് മുകളിലേക്ക് പോകാനുണ്ടായിരുന്നില്ല. താഴോട്ട് അവിടുന്ന് വരാൻ വൈകിട്ട് ഒരുപാട് പേരുണ്ടാകും, പക്ഷെ മുകളിലേക്ക് പോകാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും 1-2 പേര് മാത്രമേ ആദ്യം ആ കേബിൾ കാറിലേക്ക് കയറിയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ദൃശ്യങ്ങൾ മുകളിലേക്ക് ഇത് കയറുമ്പോൾ താഴോട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു വലിയ ജാലകത്തിൻ്റെ മുമ്പിൽ എനിക്ക് സ്ഥലം കിട്ടി. അത് കേബിൾ കാർ പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങി. കുറച്ച് വഴി എത്തിയപ്പോൾ ബൊഗോട്ട എന്ന പട്ടണം താഴെ കാണാൻ സാധിച്ചു. ആ പടിഞ്ഞാറ് ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ബൊഗോട്ട എന്ന പട്ടണം വളരെ മനോഹരമായിട്ട് കാണാൻ സാധിച്ചു. അതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആ കേബിൾ കാറിലിരുന്നു.